ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ടോപ്പിൽ, അതായത് 2000 എത്തിക്കാനുള്ള ഒരു ഗെയിം പ്ലേ ആണ്. 3 1969 അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് ഗെയിം പ്ലേ നിങ്ങൾ കാണുന്നതിന് മുമ്പുള്ളത്. ഇപ്പം ഞാൻ ഗെയിം കളിച്ചിട്ടാണ് ഉള്ളത്. അപ്പം നോക്കേണ്ട കുറേ മൈനസൊക്കെ അടിച്ച്, ഇപ്പോൾ ഈ ഗെയിം പ്ലേയിൽ കണ്ടതൊക്കെ കുറേ മൈനസ് അടിച്ച്. നമുക്ക് എന്തായാലും 3 കിട്ടില്ല ഗെയിം പ്ലേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3ൻ്റെ ഷോർട്ട്സ് ആയിട്ടാണ് ഇടുക, അതായത് കട്ടായിട്ടാണ് ഞാൻ ഇടുക. അപ്പോൾ ഫുള്ളായിട്ട് ഇരുന്നാണ് നോക്കുക, ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്. ഒപ്പോണൻറ്റ് ഹിയർ വി ഗോ. ഡിവിഷൻ 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒപ്പോണൻറ്റ് സ്കോഡ് ഹിയർ വി ഗോ. ഒപ്പോണൻറ്റ് സ്കോഡ് 4-1. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാച്ച് തുടങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫ്രണ്ടിലൊക്കെ കളിക്കുമ്പോൾ ഇതിട്ട് കളിക്കൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് കളിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി റാങ്കുഷും ഇതിനെ വെച്ച് കളിക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓവർ സെൻസിറ്റിവിറ്റി കൂടിയ പോലെ തോന്നും ഇതിടുന്നതുകൊണ്ട്. നമ്മൾ എന്തായാലും മാച്ച് തുടങ്ങിയിട്ട് ഫസ്റ്റ് മാച്ച് ഹിയർ വി ഗോ. ഇനി നൈസ് ലൗട്ടേറോ ടു റൂമി. അതൊന്നും നടക്കുന്നില്ലല്ലോ. ഓക്കെ, ഷോമിന് വീണ്ടും. ഓക്കെ, ലൗട്ടേറോ പാസ് റൂമി, ഡബിൾ ടച്ച് ആൻഡ് ഈസി ഗോൾ. എടാ, ആ ഡബിൾ ടച്ച് ഒരുമാതിരി എന്തോ ഒരു അറ്റൻഷൻ എന്ന് പറയില്ല. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിന്നിട്ടിങ്ങനെ നൈസായിട്ട് ഡബിൾ ടച്ച് ഇട്ട് ഓടിക്കുന്ന ഈസി. നെയ്മർ, റൂമി, നൈസ്. വീണ്ടും ചാൻസ് ഗൈസ്. ഇവിടെ ഈസി ആൻഡ് ഷൂട്ട്. എടാ, അത് കിട്ടില്ല ഗോൾ, ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. അപ്പോൾ ഫസ്റ്റ് മാച്ചിൻ്റെ ഹാഫ് ടൈം ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഭയങ്കര ആധിപത്യമാണ്. ഞങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം. 62% പൊസിഷൻ, 2 ഷോട്ട്, 2 ഓൺ ടാർഗറ്റ്, 2 ഗോൾ. അപ്പോൾ നൈസ് ടച്ച് കളിയാണ്, പക്ഷേ മിസ്റ്റേക്ക് ഉണ്ടാക്കി. കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഡിയോങ്, ഗ്രീസ്മാൻ, റൂമി, ലൗട്ടേറോ ബാക്ക് ടു റൂമി. ഇറ്റ്സ് എ ഹാട്രിക്. ലൗട്ടേറോ ഗൈസ് സിഗീന് കളിയാട്ടോ. ചെക്ക റൂമിൻ്റെ ഒപ്പം പെയർ വരുമ്പോൾ ഭയങ്കര കളിയാണ്. പക്ഷെ ഞാൻ അധികം എംബാപ്പെ തന്നെയാണ് യൂസ് ചെയ്യൽ. ഇതിൽ ഫോം ഉള്ളതുകൊണ്ട് ഇട്ടതാണ് ഗൈസ്. നെയ്മർ, ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് കളിച്ചത്. ഇങ്ങനെ പോകാൻ കഴിയും. നെയ്മർ. ഓക്കെ, റോൾ ഓവർ ആൻഡ് ഫ്രീ കിക്ക്. എടാ, അത്ര കൂളായിട്ടാണ് നെയ്മർ എടുത്തിട്ട് പോയത്. സിമ്പിളായിട്ട് ഇങ്ങനെ പോവാ. അവിടെ പോയി ചത്ത്. ഹിയർ വി ഗോ. ഷൗമിനി, റോഫ്, കമോൺ മാൻ. എടാ, ഹാലൻഡ്. ഓ, ഡിഫ്ലക്ഷനാണ്, പക്ഷേ നൈസ് റിഫ്ലക്സ് ഫ്രം അലിസൺ. പോയി ഇല്ല, പോയി. ചലനോലു. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹിയർ വി ഗോ. എംബാപ്പെ, 1 ടച്ച് പാസ് ആൻഡ് ബാക്ക് ടു എംബാപ്പെ. ദ സൂപ്പർ സബ് അല്ല, വെറുതെ പറഞ്ഞാണ്. നൈസായിട്ട് ഈസി ഗോൾ ഗൈസ്. എടാ, എന്ത് കൂളായിട്ട് ഇതൊക്കെ ഫിനിഷ് ചെയ്തത്. പക്ഷേ ചില മാച്ചസിൽ ഇങ്ങനെയൊന്നും ഫിനിഷ് ചെയ്ത ഗോൾ കയറില്ല ഗൈസ്. അവിടെയാണ് എനിക്ക് സ്ക്രിപ്റ്റ് ആണോ അല്ലയോ ഒന്നും മനസ്സിലാവാണ്ടിരിക്കുക. ചില മാച്ചിൽ ഇപ്പോൾ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്തില്ലേ, പക്ഷെ ചില മാച്ചിൽ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ എന്തായാലും കളി ഇപ്പം കഴിഞ്ഞ ഗൈസ്. നമുക്ക് ഇങ്ങനെ മെല്ലെ കളിച്ചാൽ മതി. 90 ആയില്ലേ. പക്ഷെ ഒരു ഗോൾ കൂടി അടിച്ചാൽ നൈസാണ്. എംബാപ്പെ, പാസ്, സ്നൈഡർ, ഫിനിഷ്. ഓ, ഇതാണ് ഞാൻ പറഞ്ഞത്. ചില മാച്ചിൽ നമുക്കിങ്ങനെ തട്ടിയ മുട്ടയൊക്കെ ഓടിക്കാൻ കഴിയും. പക്ഷെ ചില മാച്ചിൽ ഒന്നും കഴിയില്ല. അതൊക്കെ പുറത്തൊക്കെ അടിച്ച് കളിയും ചിലപ്പോൾ. അവിടെയാണ് സ്ക്രിപ്റ്റിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ അത് നമ്മളെ മൈൻഡ് സെറ്റിൻ്റെ ആണോ, അതെങ്ങനെയാണ് മൈൻഡ് സെറ്റിൻ്റെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്ക്രിപ്റ്റിംഗ് ആവാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ ഫസ്റ്റ് മാച്ച് ജയിച്ചിട്ടുണ്ട്. എത്ര പ്ലസ് കിട്ടും നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് 6 പ്ലസ് കിട്ടിയിട്ടുണ്ട്. 1975 ആയിട്ടുണ്ട് ഗൈസ് റേറ്റ്. സെക്കൻഡ് ഓപ്പണൻറ്റ് യെസ് ഡിവിഷൻ 2 തന്നെയാണ്. ഓപ്പണൻറ്റ് സ്കോഡ് എന്താണ് ഇങ്ങനെ 4-4 ആയത്? യെസ്, 4-4 ആണ്. ഓക്കെ, ഇറ്റ്സ് സലിബ, നൈസ്, മെസ്സി, ബെനസർ. ഓക്കെ, നല്ല ചാൻസ് ആൻഡ് ഇറ്റ്സ് റൂമിനിക്. ഹിയർ വി ഗോ. ഈസി ചാൻസ്. അവിടെ ഓഫ് സൈഡോ. ഫസ്റ്റ് തന്നെ നല്ല പാസ്സായിരുന്നു എംബാപ്പന്. ഞാനും പ്രതീക്ഷിച്ചു എംബാപ്പ ഇങ്ങനെ ഒരു ത്രൂ ബോൾ കൊടുക്കാൻ ചാൻസ് ഇല്ലല്ലോ. എംബാപ്പെ, 1 ടച്ച് പാസ് ബാക്ക് ടു എംബാപ്പെ. യെസ്, എൻ്റെ മോനെ. പാസ് ആൻഡ് ഫിനിഷ്. ഇറ്റ്സ് നെയ്മർ. എംബാപ്പെ ഗൈസ് ഫസ്റ്റ് നമുക്ക് എംബാപ്പേനെ കൊണ്ട് പാസ് ഇട്ട് ത്രൂ ബോൾ ഓഫ് സൈഡ് വിളിച്ചു. അപ്പോൾ സെക്കൻഡ് ചാൻസ് നമുക്ക് ഈസി ആയിട്ട്
അടിച്ച് കയറ്റി അത്രേ ഉള്ളൂ. വെയിറ്റ്സ് പെഡ്രി നൈസ്. ബെനസറിൻ്റെ കാർഡ് പൊളിയാട്ടോ. നിങ്ങൾക്ക് ആരെടുത്തെങ്കിലും ഈ കാർഡ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് വയ്ക്കോ. കാരണം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു DMF ആണ്. ആങ്കർമാൻ ഒന്നുമല്ല, ഓർക്കസ്ട്രേറ്റർ ആണ്. വിത്ത് സ്പീഡ്, പാസിങ്, ഡിഫെൻസീവ് ആട്രിബ്യൂട്ട്സ് കാണണം ഗൈസ്. അതൊക്കെയാണ് സീന്. റോഡ്രി മറഡോണ എൻ്റെ മോനെ. ഞാൻ ഇന്നലെ ഫിനിഷ് ചെയ്ത പോലത്തെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇതേപോലത്തെ ഒരു ഫിനിഷ് ചെയ്തായിരുന്നു. അതേപോലത്തെ പാസ് ഇട്ട് കൊടുത്ത് കയറിയിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല ഗൈസ്. ബെനസർ സീന്. കമോൺ ബെനസർ, പാസ് ടു നെയ്മർ, ഈസി ടേൺ ആൻഡ് പാസ് ടു റുമി. ടേണി ഒരു ഡബിൾ ടച്ച് ഇട്ട് ഫിനിഷ് എടാ. എംബാപ്പേ ഈസി ഗോൾ ഗൈസ്. ആ ടേണും ഡബിൾ ടച്ചും ഞാൻ പഠിച്ചത് നമ്മളെ ഡെന്നിസ് ബെർണാഡിൻ്റെ അടുത്ത് തന്നെയാണ്. പുള്ളിക്കാരൻ്റെ ഗെയിം പ്ലേ എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആണ് ഗൈസ്. എന്തോ ഒരു വല്ലാത്ത ഇഷ്ടമായി പോയി. ബെനസർ, റുമി, ഈസി, നെയ്മർ, ടേൺ പൊളി. റുമി നൈസ്, ഡബിൾ ടച്ച് ആൻഡ് ഫിനിഷ്. ഇറ്റ്സ് റുമിനി ഗൈസ്. ഈസി ഗോൾ. ആ നെയ്മറിൻ്റെ ടേണും ഗൈസ് അങ്ങനെയാണ്. ചില ടൈമിൽ നമ്മൾ കുറച്ച് സ്ലോ ആക്കി ഗെയിം ഒന്ന് വാച്ച് ചെയ്തിട്ട് കളിക്കാൻ നോക്കാം കേട്ടോ. ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. അങ്ങനെ കുറച്ചും കൂടി ടിപ്സും ട്രിക്സ് എല്ലാം നോക്കിയിട്ട് പഠിച്ചോ നിങ്ങൾ. അതായിരിക്കും നല്ലത്. ഓ നെയ്മർ ആ ടച്ച് വേണ്ടായിരുന്നു. അവിടെ റൂമിൽ നല്ല ഫ്രീ ആണ്. ഓക്കെ ഇറ്റ്സ് മറഡോണ ആൻഡ് സ്വന്തം ടീമോടെ ഹാലൻഡാണ് തട്ടിയെന്ന് തോന്നുന്നു. ഫൗളല്ലേ എടാ. അയ്യോ പണീറ്റി ഹാലൻഡ്. അവിടെ മണ്ടനാടാതെ പാസ് കൊടുത്തുകൂടെ. അവിടെ മറഡോണ റൺ ചെയ്ത് നോക്ക്. നിങ്ങൾ ചില ടൈമിൽ ഗെയിം പ്ലേ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ കഴിയും ഗൈസ്. അവിടെ മറഡോണ നല്ലൊരു റൺ ചെയ്യുന്നുണ്ടാവും. ജസ്റ്റ് ഒരു ത്രൂ ബോൾ ഇട്ടാൽ ആ ഫൗളൊന്നും ഇല്ല. അഡ്വാൻറ്റേജും വിളിച്ച് ഈസി ആയിട്ട് അത് കളിയിക്കും ചെയ്യുക, അല്ല ഗോളടിക്കും ചെയ്യുക. നിങ്ങൾ ചില കാര്യങ്ങളിങ്ങനെ നോക്കിയാൽ തന്നെ മതി. അപ്പോൾ തന്നെ കുറേ ഇമ്പ്രൂവ് ആവും. നമ്മൾ വലിയ പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. നൈസ് മെസ്സി. ഓക്കെ ഇറ്റ്സ് നെയ്മർ. കമോൺ ബാക്ക് ടു നെയ്മർ. റോൾ ഓവർ ഈസി. വൺ മോർ ആൻഡ് ഫൗള്. ാണ് നിങ്ങൾ അതേപോലെ ചെയ്യാൻ. ഓക്കെ എംബാപ്പെ അവിടെ ഫ്രീ ഇടാം. പോസ്റ്റ് അടിക്കല്ലേ. കമോൺ എംബാപ്പെ. ഈസി ഫിനിഷ് എംബാപ്പെ. എടാ ഒന്ന് തട്ടി കയറ്റി പാവം ചെക്കൻ നോക്കിയൊക്കെ നോക്ക്. നമ്മൾ കണ്ടിരിക്കുവാണ് ഗൈസ്. എന്താ ചെയ്യുക. പോയോ ഇല്ല. പോസ്റ്റ് അടിച്ചിട്ടുണ്ട്. ക്വിറ്റ് പ്രതി യെസ് റേജ് ക്വിറ്റ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് മാച്ച് ജയിച്ചിട്ടുണ്ട്. സെക്കൻഡ് മാച്ചിൽ 63 മിനിറ്റ് കളിച്ചുള്ളൂ. ഇപ്പം ഒപ്പോണൻറ്റ് സ്കോഡ് 4-2-2. എടാ സി എടാ ഇതെന്താണ് എൻ്റെ പോലെ തന്നെ ഉണ്ടല്ലോ. ഇവൻ എൻ്റെ കണ്ടിട്ടൊക്കെ ഒന്നുമല്ലല്ലോ അല്ലേ. ഇത് നോക്കടാ. എടാ സപ്പിലുള്ള പ്ലേയേഴ്സൊക്കെ ഏകദേശം എല്ലാം എൻ്റെ പോലെ ഉണ്ട്. ആ പെഡ്രിനൊക്കെ യൂസ് ചെയ്യലുണ്ട്. മറഡോണ, ഗ്രീസ്മാൻ. എന്തോ ശരിക്കും എൻ്റെ സ്കോഡ് തന്നെ കണ്ട പോലെ പെട്ടെന്നൊരു ഫീല്. എൻ്റെ അതേ സെയിം മെയിൻ ലൈൻ നോക്ക്. ഞാൻ ഏകദേശം യൂസ് ചെയ്യുന്ന എല്ലാ പ്ലേയേഴ്സും ഉണ്ട് ഇതിൽ. ഞാൻ സ്കോഡ് ബിൽഡിങ്ങിൽ പറഞ്ഞ പോലത്തെ പ്ലേയേഴ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എന്താ അല്ലേ. യോങ് നൈസ്. ഫസ്റ്റ് അറ്റാക്ക് ഗൈസ്. ഇറ്റ്സ് ഡബിൾ ടച്ച് ആൻഡ് ബോം. പക്ഷെ നടന്നില്ല. ഓക്കെ വിൽഷെയർ, ഗ്രീസ്മാൻ, എംബാപ്പെ, റുമി, ടേണ്. പക്ഷേ അവിടെ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല. ഡബിൾ ടച്ച് ആൻഡ് പക്ഷേ നടക്കുന്നില്ല ഗൈസ്. ഓപ്ഷൻ ഇല്ല. ഗ്രീസ്മാൻ തന്നെ എടുത്തു ഗൈസ്. എടാ അതാടെ എംബാപ്പെ അല്ല റുമി പോകുന്ന ഗൈസ്. റുമി എവിടെയോ ചായ എടുക്കാനെങ്ങാണ്ട് ഓടുന്നു. ഇവനൊരു ഓപ്ഷൻ തരുന്നില്ല. എടാ ഇവന് നല്ലോണം ഡിഫെൻഡ് ചെയ്യാൻ അറിയാട്ടാ. ചിറ്റ്സ് എംബാപ്പെ ഡബിൾ ടച്ച് ഫിനിഷ്. നട്ട്മെഗ് ഗൈസ്. ഇങ്ങനെ ചെയ്താൽ മതി അധികം ഓടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഭയങ്കര ക്രൗഡഡ് ഏരിയ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വട്ടം കറക്കുക, ഡബിൾ ടച്ച് ചെയ്യുക, ഗോൾ അടിക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിൾ ടാസ്ക്. ഒന്ന് ലേൺ ചെയ്താൽ അടിപൊളിയായിരിക്കും ആ സംഭവം. വിൽഷെയർ, എംബാപ്പെ. ഓ എടാ എംബാപ്പെ. എടാ ഒപ്പോണൻ്റ് നല്ല കളിയാണ്. പക്ഷെ നമ്മൾ അത്യാവശ്യം ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ മൂന്ന് വാട സേവ് ഗൈസ്. മേ ബി ഇറ്റ്സ് എ സ്ക്രിപ്റ്റഡ് സേവ്. അത് നിങ്ങൾ കണ്ടല്ലേ. ഒരു മാതിരി സേവ് ആയിരുന്നു ഗൈസ്. അലിസൺ ഫുൾ ഫോം എത്തിക്കുന്നതുകൊണ്ടായിരിക്കാം. എനിക്ക് അറിയില്ല എന്താന്ന്. അങ്ങനെയൊക്കെ സേവ് ചെയ്യുമോ. ഗ്രീസ്മാൻ ഡബിൾ ടച്ച്. ഇതാ വന്ന് ഓക്കെ ഡബിൾ ടച്ച് ആൻഡ് ഗോൾ. പക്ഷെ നടന്നില്ല.
ഞാൻ ഫസ്റ്റ് ഡബിൾ ടച്ച്. ഓക്കെ ഇറ്റ്സ് ഡിയോങ്. ചാൻസ് ഉണ്ടായിരുന്നു നല്ല. ഈസി പാസ്. എംബാപ്പേ കേള് സ്റ്റെപ്പ് ഓവറൊക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ട് കാണാം കേട്ടോ അത് ചെയ്യുന്ന കാണുമ്പോൾ. ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നടാ, ഒന്നും വർത്താനം പോലും പറഞ്ഞില്ല അല്ലേ. അങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കുവോ ഇത് ഗോൾ അടിക്കാൻ. അയ്യോ നെയ്മർ, റോഡ്രി, എന്താടാ ഗോൾ അടിക്കാൻ പറ്റാത്ത. എംബാപ്പേൻ്റെ ഡബിൾ ടച്ച് ഒക്കെ എങ്ങനെയാണോ സേവ് ചെയ്തത്. നൈസ്. ഗ്രീസ്മാൻ എൻ്റെ റൈറ്റ് ബാക്ക് അവിടെ നിന്ന് പോയിട്ട് ഇപ്പോൾ ഗ്രീസ്മാൻ അവിടെ നിൽക്കുന്നത്. കമോൺ ഗ്രീസ്മാൻ, അങ്കര ഗ്രീസ്മാൻ. ഡബിൾ ടച്ച് ഗ്രീസ്മാൻ. ഓ എടാ ഇജ്ജത് റണ്ണ്. ഫേക്ക് ഷോട്ടറാ തേങ്ങ. ഉറങ്ങാൻ വേണ്ടിട്ട്. റോഡ്രി, എടാ ഇവനെന്ത് തേങ്ങയത്. റോഡ്രിക്ക് അത്യാവശ്യം ഹെഡിങ്ങിൻ്റെ സ്കില്ലുണ്ടല്ലോ. വെനസർ എടുത്ത് എംബാപ്പേ മിസ് പാസ്. എടാ എന്താണ് ഇത് ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. ഡ്രാമ വൈസ്, കാരണം എൻ്റെ പാസ്സും നടക്കുന്നില്ല. ഓക്കെ ഫൈനലി നല്ലൊരു ചാൻസ്. ലൗട്ടാരോ ഫിനിഷ്. ലൗട്ടാരോ മാർട്ടീനസ് ഗൈസ് ഫൈനലി ദ സേവിയർ. എൻ്റെ പൊന്നോ എന്ത് ടഫാടാ ഇത്രയും നേരം. ഓക്കെ അത് നമുക്ക് എന്തായാലും 5+ കിട്ടിയത്. 81 1920 അക്കം കഴിയുമോ നോക്കും. അക്കം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോട്ടെ നമുക്ക് അടുത്ത ഫേസിൽ നോക്കാമെന്നുള്ള ആ ഒരു മൈൻഡിലാണുള്ളത്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ടൈമാണ്. ഇപ്പോൾ പുതിയ ഫേസ് തുടങ്ങിയിട്ടുണ്ടാവും ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും.